സങ്കല്പത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ കോഴിക്കോട് ആരോഗ്യമന്ത്രി നിർവഹിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ ഭരണ മാറ്റവുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവനക്കാരെയും മറ്റാളുകളെയും പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം നയപരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ചും ഏറെ പേരുദോഷം പലപ്പോഴും കേൾപ്പിക്കുന്ന ഒരു വകുപ്പാണ്. പക്ഷേ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് കൂടി. അനുകൂലമായ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാവും മാധ്യമങ്ങളിലും ജനങ്ങൾക്കുമൊക്കെ പറയാറുണ്ടാവുക. മരുന്നക്ഷാപം അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ജീവനക്കാരിൽ നിന്നും മോശം പെരുമാറ്റം, അങ്ങനെ പലപ്പോഴും പല തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ കേൾക്കാനുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ പകർച്ചവ്യാധികളൊക്കെ പലപ്പോഴും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സ്ഥലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിപ്പ വന്നപ്പോഴും പിന്നീട് കോവിഡ് കാലത്തുമൊക്കെ ഒരുപാട് ആളുകൾ രോഗബാധിതരായ ഒരു സ്ഥലമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കുറച്ച് ആളുകൾ മരിച്ച ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഷിഗല്ല ബാധിച്ചും ഒരു 4 വയസ്സുകാരി കഴിഞ്ഞ ദിവസം തലക്കുളത്തൂർ സ്വദേശിനി മരിച്ച സാഹചര്യമുണ്ട്. ഒപ്പം 34ഓളം പേർക്കാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഷിഗല്ല ബാധിച്ച് മരിച്ചത്. ഒപ്പം ഈ നമുക്കറിയാം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് പോലുള്ള ജില്ലകളിലൊക്കെ ആശുപത്രികളൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇത്ര ഗുരുതരമായ ഒരു രോഗബാധയൊക്കെ എത്തുമ്പോൾ ആളുകൾ ആശ്രയിക്കുന്ന ഒരിടം, 4-5 ജില്ലയിലെ ആളുകൾ ആശ്രയിക്കുന്ന ഒരിടമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. അതുകൊണ്ട് ആശുപത്രിയിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യം ഒരുപാട് നാളുകളായി വരുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ ആശുപത്രിയിൽ നിന്നാണ് പലപ്പോഴും ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും ചികിത്സാ പിഴവുകളുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വരുന്നു. ജീവനക്കാർക്കിടയിലെ ചില കിടമത്സരങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ആശുപത്രി. പക്ഷേ അപ്പോൾ ഒരു മികവിൻ്റെ കേന്ദ്രം എന്ന നിലയിൽ ഈ നീറ്റൊക്കെ പഠിച്ച് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ എത്തിയാൽ പോലും ആദ്യ ലിസ്റ്റിൽ പരിഗണിക്കുന്ന ഒരു കോളേജ്, ഏറ്റവും ഉന്നത റാങ്കിലെ വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്ന ഒരു കോളേജ് എന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോഴും കോഴിക്കോടിനെ വിലയിരുത്തേണ്ടി വരിക. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള സൗകര്യങ്ങളിൽ പോലും ഉന്നത നിലവാരത്തിലുള്ള ഒരു സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഒരു കൃത്യമായ സന്ദേശം ആരോഗ്യമന്ത്രി നൽകിയത്. എന്തായാലും അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ആശുപത്രിയിലെ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകളാണ് ആശുപത്രിയിൽ ഉള്ളത് എന്ന് വിലയിരുത്താനായി ആരോഗ്യമന്ത്രി എത്തുന്നത്. ഒപ്പം ഈ ഷിഗല്ല രോഗബാധയെ സംബന്ധിച്ചുള്ള ഒരു അവലോകനമൊക്കെ ഒരുപക്ഷെ നടത്തിയിട്ടും. കാരണം വയനാട്ടിൽ അദ്ദേഹം പോയി അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഷിഗല്ല രോഗബാധിതരുടെ എണ്ണം കോഴിക്കോട് ജില്ലയിലും കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ദീർഘനാളായി അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ ഒരുപക്ഷെ 13 നിയമസഭാ മണ്ഡലങ്ങളും പ്രതിനിധീകരിക്കുന്ന തരത്തിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടതെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ